ഈ ദേവാലയം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എന്ത് പ്രയോജനം? തൊട്ടടുത്ത് ഞാൻ പറഞ്ഞില്ലേ 100 വർഷമായിട്ട് 1 മുതൽ 7ാം ക്ലാസ് വരെ മാത്രമുള്ള സ്കൂള് അധപ്പതിച്ച് കിടക്കുമ്പോൾ, തൊട്ടിപ്പുറത്ത് ദേവാലയങ്ങള് വിശ്വാസികളുടെ പണം മേടിച്ചുകൊണ്ട് പിന്നെ വർഷാവർഷം പെരുന്നാൾ നടത്തുന്നു, ആഡംബരം കാണിക്കുന്നു. പിന്നെ ഈ പറയുന്നത് പോലെ ഇതുകൊണ്ടൊരു ഞാൻ പറഞ്ഞതറിയോ, നിങ്ങൾക്കെന്നെ ചീത്ത വിളിക്കാം. നിങ്ങൾ എന്നെ ചീത്ത വിളിച്ചോളൂ. ഇത് കേട്ടിട്ട് ഞാൻ പറയുന്നത് തെറ്റാണ്, ചീത്ത വിളിക്കാം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ അല്ലയോ എന്ന് ചിന്തിക്കണം. ദേവാലയം ആയിക്കോട്ടെ, വിശ്വാസമായിക്കോട്ടെ, പിന്നെ ആഡംബരം ആയിക്കോട്ടെ, എത്ര രൂപ വേണമെങ്കിലും മുടക്കിക്കോട്ടെ, എത്ര രൂപ വേണമെങ്കിലും വിശ്വാസികളിൽ നിന്ന് മേടിച്ചോട്ടെ. ഞാനിപ്പോ എന്നോട് ചോദിച്ച പൈസ ഞാൻ കൊടുക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഞാൻ തരാൻ തയ്യാറാണെന്ന് തന്നെയാണ് പറഞ്ഞത്. ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. അവിടെ ഞാനൊരു വഴക്കിന് പോയിട്ടില്ല. അവിടെ ഞാൻ തരത്തില്ല എന്ന് എനിക്ക് പറയാൻ പറ്റും. ഞാൻ ഒറ്റക്കായിരുന്നെങ്കിൽ ഞാനത് പറഞ്ഞേനെ. പക്ഷെ അതിന്റെ പേരിൽ ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ കൂടെയുള്ളവർ വിഷമിക്കരുത്. അവര് എല്ലാവരും ഭയങ്കര വിശ്വാസികളാണ്. അപ്പൊ അവര് തകർന്നു പോകരുത്. എല്ലാവരുടെയും ഈ താല്പര്യങ്ങൾക്കാണല്ലോ ഇവിടെ വിലയുള്ളത്. അപ്പൊ എനിക്ക് അതിനുള്ള വിവരം, അല്ലെങ്കിൽ ഞാൻ അത്രയും പക്വതയായിട്ട് ചിന്തിച്ചുകൊണ്ട് എന്റെ ഒരു പിടിവാശി കൊണ്ട് അത് വേണ്ട, നടക്കാതിരിക്കണ്ട, അത് കൊടുക്കാൻ ഞാൻ ഓക്കെ, ഞാൻ കൊടുത്തോളാം. പക്ഷെ ആ കൊണ്ടുപോകുന്ന പണം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ചെയ്യുന്നത് എന്താണ് ആ പണം കൊണ്ട്? നിങ്ങൾ ചെയ്യുന്നത് ആ ദേവാലയം ഡെവലപ്പ് ചെയ്ത്, അല്ലെങ്കിൽ ആ ദേവാലയം പിന്നെ ഇത്രയും കാലക്രമേണ കാലം മാറുന്നതനുസരിച്ച് ദേവാലയം ഇത്രയും പുനരുദ്ധാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് തൊട്ടടുത്തൊരു സ്കൂള് കിടപ്പുണ്ട്. അല്ലെങ്കിൽ ദേവാലയത്തിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് കൊടുക്കാവുന്ന എത്രയോ നല്ല നല്ല ഉപദേശങ്ങളും, എത്രയോ ഒരു 2, 3 ഭാഷ കുട്ടികൾക്ക് ചെറുപ്രായത്തിൽ പഠിപ്പിച്ചു കൊടുക്ക്. എത്രയും അല്ലേ? 2, 3 ഭാഷ ചെറുപ്രായത്തിൽ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്ക്. എന്നിട്ട് അതിന്റെ പൈസ മേടിച്ചോ. മാതാപിതാക്കന്മാരൊക്കെ പറഞ്ഞ് പൈസ മേടിക്ക്. ഞങ്ങൾ ഈ കുട്ടികൾക്ക് ഇത്ര ഒരു ആഴ്ചയിൽ ഒരു ദിവസം വെച്ചിട്ട് ഞങ്ങൾ ക്ലാസ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് പൈസ തരണം. അത് മേടിക്കാം, അന്തസ്സായിട്ട് മേടിക്കാം. അല്ലേ? കുട്ടികൾക്ക് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാം. നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പഠിപ്പിക്കാം. ഇങ്ങനെയുള്ള ഉപകാരപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ദേവാലയം ഡെവലപ്പ് ചെയ്യും. അല്ലാതെ തൊട്ടടുത്ത് 1 മുതൽ 7 വരെയുള്ള ഒരു സ്കൂൾ കിടന്നിട്ട് അത് അധപ്പതിച്ച് കിടന്നിട്ട് അത് തിരിഞ്ഞു നോക്കാതെ ദേവാലയം പുനരുദ്ധാരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ വിശ്വാസികൾ വരുമ്പോൾ അവരുടെ കയ്യിന്ന് കാശ് പിടുങ്ങുക. പിന്നെ അതുപോലെ തന്നെ ധ്യാന കേന്ദ്രങ്ങളൊക്കെ നമുക്കറിയാം. ഇപ്പൊ മുക്കിന് മുക്കിന് ധ്യാന കേന്ദ്രമാണ്. ഈ ധ്യാന കേന്ദ്രമൊക്കെ മനുഷ്യന്റെ ഇല്ലായ്മയെ ചൂഷണം ചെയ്തുകൊണ്ട്, മനുഷ്യന്റെ ഗതികേടിനെ ചൂഷണം ചെയ്തുകൊണ്ട് വളർന്നു വരുന്ന ഓരോ സ്ഥാപനങ്ങൾ മാത്രമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാല്, ദയവ് ചെയ്ത് വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഡെവലപ്പ് ആക്കൂ. അല്ലാതെ നമ്മൾക്ക് മുട്ടുകുത്തി നമ്മള് കുറെ നേരം കരഞ്ഞ് പ്രാർത്ഥിച്ചതുകൊണ്ട് നമ്മളുടെ ജീവിതത്തില് നമ്മള് പ്രവർത്തിക്കാതെ ഒരു മാറ്റങ്ങളും വരത്തില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിച്ചാലേ മാറ്റം വരുള്ളൂ. പ്രാർത്ഥന കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അങ്ങനെ പ്രയോജനപ്പെട്ടതായിട്ട് ഒരു ചരിത്ര രേഖകളിലും രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് വിദ്യാലയമാണ് ഡെവലപ്പ് ആക്കേണ്ടത്. ദേവാലയമല്ല. എന്തെങ്കിലും ഞാൻ പറഞ്ഞതില് ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കില്, അല്ലെങ്കിൽ എന്നോട് യോജിക്കുന്നുണ്ടെങ്കില്, എന്റെ വീഡിയോ മുഴുവൻ കേട്ടിട്ടുണ്ടെങ്കില് നിങ്ങൾക്ക് കമന്റിൽ രേഖപ്പെടുത്താം.